ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ജിയോണിയുടെ ബഡ്ഡി എന്നൊരു സ്മാർട്ട് വാച്ചാണ് ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സ്റ്റൈൽ ഫിറ്റ് GSW10 ആണ് മോഡൽ നെയിം വരുന്നത്. ഓക്കെ, ഇത് ബഡ്ഡി, ജിയോണിയുടെ ബഡ്ഡി സ്റ്റൈൽ ഫിറ്റ് GSW10 എന്ന സ്മാർട്ട് വാച്ചാണ്. അതുപോലെ 1.69 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 5 ATM വാട്ടർ പ്രൂഫ്, അതുപോലെ 100+ വാച്ച് ഫേസസ്, ഇതെല്ലാമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ 24 hours ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതുപോലെ SpO2 സെൻസർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ജിയോണി നൽകിയിട്ടുണ്ട്. നമുക്കേതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വാച്ച്. നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് വാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് വാച്ച്. ഇങ്ങനെ സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ബോക്സിനകത്ത് വരുന്നത് കുറച്ച് പേപ്പേഴ്സാണ്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാർജറാണ് വരുന്നത്. മാഗ്നറ്റിക് ടൈപ്പ് ചാർജറാണ്. ഇത് വാച്ചിൻ്റെ പുറകു സൈഡിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന മൊബൈൽ അഡാപ്റ്ററിൽ നമുക്കിത് കണക്ട് ചെയ്തിട്ട് വാച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി വാച്ച് ഒന്ന് പുറത്തെടുത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഞാനൊന്ന് ഓൺ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതൊരു ബട്ടൺ മാത്രമാണ്. ഇത് റൊട്ടേറ്റിംഗ് വീലൊന്നും അല്ല. ഇതൊരു ജസ്റ്റ് ഒരു പുഷ് ബട്ടണാണ്. ഓക്കെ, ഇതിൽ പ്രസ് ചെയ്ത് വെച്ച് തന്നെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും വാച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടല്ലേ, ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ട് സിലിക്കോൺ സ്ട്രാപ്പാണ്. ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളൊരു സിലിക്കോൺ സ്ട്രാപ്പാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഹാർട്ട് ബീറ്റ് സെൻസറൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡിസൈൻ നോക്കുകയാണെങ്കിലും ഡിസൈൻ ഒരു കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. ഓക്കെ, ഇതൊരു ആവറേജ്, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു വാച്ച് തന്നെയാണ്. 1799 രൂപയ്ക്കാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെയാണെന്ന് പറയാം. സെൻസറിൻ്റെ ഒക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഹാർട്ട് ബീറ്റ് സെൻസർ. ഓക്കെ, സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. 7980. ഓക്കെ, നമുക്ക് കൈ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, സെൻസറാണ് കേട്ടോ. കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ നമുക്കൊന്ന് ഓക്സിജൻ്റെ ലെവലൊന്ന് നോക്കി നോക്കാം. ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു സെൻസർ തന്നെയാണ്. ഓക്സി മീറ്റർ SpO2 സെൻസറും തരുന്നത്. അതും ഞാൻ കൈയെടുത്ത സമയത്ത് അത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ റീഡ് ചെയ്യുന്നില്ല, കണ്ടില്ലേ. ഓക്കെ, ഞാൻ 1-2 വേറെ ബ്രാൻഡുകളുടെ സ്മാർട്ട് വാച്ച് കണ്ടായിരുന്നു. അത് വെറുതെ ഇങ്ങനെ വുഡിൽ വെച്ചാലും ഫ്ലോറിൽ വെച്ചാലും ഒക്കെ ഹാർട്ട് ബീറ്റ് റീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ SpO2 സെൻസറും അതുപോലെ തന്നെ റീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ഞാൻ അതിൻ്റെ ബ്രാൻഡൊന്നും ഏതാണെന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് മാക്സിമം എല്ലാ വാച്ചിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്മാർട്ട് വാച്ച് വാങ്ങുക. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഒരു നല്ല സ്മാർട്ട് വാച്ച് തന്നെയാണ്. അത്യാവശ്യം എല്ലാം ഫങ്ഷനിങ് നടക്കുന്നുണ്ട്. പിന്നെ വേക്കപ്പ് സെൻസർ മാത്രം ചെറിയൊരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും പ്രശ്നമല്ല, ഈ ഒരു പ്രൈസിൽ അതും കാര്യമാക്കാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.